തലശ്ശേരി കടൽപ്പാലത്തിൽ 27 മുതൽ 31 വരെ ബീച്ച് ഫെസ്റ്റ് നടക്കുകയാണ്. ഇന്ന് തന്നെ ഇവിടെ ഭയങ്കരമായ ഒരു ക്രൗഡാണ് കാണുന്നത്. ക്രിസ്മസിൻ്റെ ഈ ദിവസം തന്നെ ഒട്ടനവധി ആളുകൾ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീരം 27-31 വൻ ബഹുജന സാന്ദ്രമാകുമെന്നാണ് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ ചുമർ ചിത്രങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തു നിന്ന് ആളുകൾ ഈ ബീച്ചിൽ കാറ്റുകൊള്ളാനും ഈ ബീച്ചിൻ്റെ മനോഹാരിത ആസ്വദിക്കാനുമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്രിസ്മസ് രാത്രിയാണ്. ഈ ക്രിസ്മസ് രാത്രിയിൽ ഇവിടുത്തെ ബീച്ചിൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഈ രാത്രിയിൽ ഇന്നിപ്പോൾ സമയം 8:30 മണിയായി. രാത്രി ഒട്ടനവധി ആളുകൾ വാഹനങ്ങളിൽ വരികയും ഇവിടെ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. തലശ്ശേരി കടൽപ്പുറവും അതുപോലെ തന്നെ തലശ്ശേരിയിലെ കോട്ടയും ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമാണ്. നമ്മുടെ നിയമസഭാ സ്പീക്കർ മുൻകൈ എടുത്തുകൊണ്ട് ഈ ബീച്ചിനെ വളരെ മനോഹരിതമാക്കുകയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്താൽ ഈ സ്ഥലത്ത് ഒട്ടനവധി നിർമ്മിതി പ്രവർത്തനം നടക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ ഇത്രയും മനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും ആളുകളും ഐസ്ക്രീം പാർലറുകളും തട്ടുകടകളും ഒക്കെയുള്ള ഒരു കൊച്ചിൻ്റെ ജീവിതത്തിൽ പോലെ അതിലും കൂടുതലായ ആളുകളെയാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. കാരണം ഒരു വൻ ജനസഞ്ചയം തന്നെ കുടുംബസമേതം ഇവിടെ കാറ്റുകൊള്ളാനും ഒരു കുശലം പറയാനുമായി ഇവിടെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഈ ക്രിസ്മസ് രാത്രി 27 മുതൽ 31 വരെ ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവൽ 2024 ഇവിടെ പറയുന്ന ഫെസ്റ്റിവൽ അതിഗംഭീരമാകുന്നു എന്നതിൽ യാതൊരു സംശയമില്ല. ഇവിടെ ചുവർ ചിത്രത്തിൻ്റെ രചനകൾ നടക്കുകയാണ്. ഒട്ടനവധി കലാകാരന്മാർ ഇവിടുത്തെ പഴയ പാണ്ഡ്യാല ചുമരുകൾ ചിത്രങ്ങൾ കൊണ്ട് നിറം പിടിപ്പിക്കുകയാണ്. അതിൻ്റെ പണി ദ്രുതഗതിയിൽ ഇന്ന് രാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരി കടപ്പുറത്ത് നിന്നും അജയകുമാർ യാത്ര നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. 2024 ഇവിടെ പറയുന്ന ഈ മഹാ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം.